ഒരു രക്ഷയില്ലാത്തൊരു കോംബോ ആട്ടോ ഇന്ന് ഉണ്ടാക്കുന്ന അരി റൊട്ടിയും മുരിങ്ങയില ആണം വെച്ചതും നല്ലൊരു ബീഫ് ഫ്രൈയും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബീഫ് ഫ്രൈ നോക്കാം. സാധാരണ ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കൽ, ഇത് കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ബീഫ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നല്ല പച്ചക്കറി വേപ്പിലിട്ട് കൊടുത്തു. അതിന് ശേഷം കായ്മുളക്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഞാൻ കുക്കറിൽ ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ബീഫ് വെന്ത് കഴിഞ്ഞ് അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഈ വെന്ത ബീഫ് നേരത്തെ നമ്മൾ വഴറ്റിയ മസാലയിൽ ആഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് കായ്മുളക് പൊടിച്ചത്, അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് വേവിച്ച വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഡ്രൈ ആക്കുന്നവർക്ക് നല്ലോണം ഡ്രൈ ആക്കാം. അതല്ല ഇച്ചിരി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തിൻ്റെ കൂടെ വെച്ചാൽ കഴിക്കാം. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അരി റൊട്ടിയും അതിൻ്റെ ഒപ്പം മുരിങ്ങയില ആണം വെച്ചതുമാണ്. അപ്പോൾ മുരിങ്ങയില കറിക്ക് വേണ്ടിയിട്ട് മുരിങ്ങയില ആദ്യം പറിച്ച് അത് നല്ലോണം ക്ലീനാക്കി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു അരമുറി ഉള്ളിയും വെല്ലുള്ളിയും ഒന്നോ രണ്ടോ പച്ചമുളക്, ഒരു പകുതി തക്കാളി മതി. നമ്മളിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ടായിന്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിയുന്ന സമയത്തേക്ക് നമുക്ക് ചട്ടി വെച്ച് ചൂടാക്കി അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഓയിലൊന്ന് ജസ്റ്റ് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നല്ല കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയും പച്ചമുളകും അതിൽ കിടന്നിട്ടൊന്ന് വഴറ്റി വരുന്ന സമയത്തേക്ക് നമുക്ക് തേങ്ങൻ്റെ അരപ്പ് റെഡിയാക്കാം. അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കണം. അപ്പോൾ ഒരു തേങ്ങ ഉണ്ട്, കുറച്ച് മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, നമുക്ക് കളറിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, എരിവും കളറിനൊക്കെ വേണ്ടിയിട്ട് കുറേയൊന്നും വേണ്ട, കുറച്ച് മതി, ഒരു സ്പൂണേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് നല്ലോണം അരച്ചെടുക്കുക. അതിലേക്ക് വലിയ ജീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. മുരിങ്ങയില ആഡ് ചെയ്താൽ പിന്നെ കുറേ പ്രാവശ്യം വഴറ്റി വരേണ്ട ആവശ്യമില്ല. ഒരു സെക്കൻഡോ മറ്റോ ഒന്ന് ഇളക്കിയിട്ട് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ കുറച്ച് വെള്ളം മിക്സിൻ്റെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സി ഒന്ന് കുലുക്കി അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ. നമ്മളിതുവരെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ആണം വെച്ചത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങ അരപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കുന്നവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഓഫ് ചെയ്ത് കളയണം കേട്ടോ. ഇനി പിന്നെ പിരിഞ്ഞ പോലെ ആയിപ്പോവും. നമ്മൾ ആണം വെച്ചതും റെഡിയായി. ഇനി നമുക്ക് അരി റൊട്ടി പരത്തിയെടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവി ഓരോ ബോൾസാക്കി വെച്ച ഉണ്ടകളെടുത്തിട്ട് നമുക്ക് ഓട്ടിൽ പരത്തിയെടുക്കാം. ഇത് നേർങ്ങനെ പരത്തി നേരിയ അരി റൊട്ടിയാക്കുന്നവരുണ്ട്, നല്ല തടിച്ച ടയർ പത്തിരിയാക്കുന്നതുകൊണ്ട്. പിന്നെ ഇതൊരു മീഡിയം സൈസാട്ടോ, ഇത് കുറച്ച് തടിച്ചതാണ്. ഇതിൻ്റെ അരി എന്ന് പറയുന്നത് പുഴുങ്ങലരി, അതായത് പൊന്നിയരി ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് അത് അരച്ചിട്ട് അതൊന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ചേർക്കും, കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇല വെച്ച് ഇങ്ങനെ ഉരുട്ടി എടുത്താൽ ഭയങ്കര ടേസ്റ്റാട്ടോ. പണ്ട് ഉമ്മാമ്മയെല്ലാം ഇങ്ങനെ ചെയ്യൽ. ഇലൻ്റെ ഒരു ഫ്ലേവറും കൂടി അതിലേക്ക് വരും. ഇല വെച്ചിട്ട് തന്നെ ഉരുട്ടിയെടുത്താൽ പിന്നെ ഒരു ക്ലോത്ത് ഇതിനായിട്ട് വെച്ചിട്ട് അത് വെച്ച് ഉരുട്ടുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പേപ്പറൊക്കെ വെച്ചിട്ട് ഉരുട്ടുമ്പോൾ അതിന്മേൽ പേപ്പർ പറ്റി പിടിക്കും. അപ്പോൾ അതിൽ നല്ലത് നല്ല ഇല വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നതാണ്. എല്ലാ സൈഡും ഇങ്ങനെ ഉരുട്ടി ഓടുമ്പോൾ തന്നെ എല്ലാ സൈഡും വേവിച്ചെടുക്കുക. ആണം വെച്ചതിനപ്പുറം കാന്താരി ഇല്ലാത്തൊരു പരിപാടിയില്ല കേട്ടോ. അപ്പോൾ ആ കാന്താരി നല്ലോണം ഇതിൻ്റെ കൂടെ ചീച്ച് നമുക്ക് ഒരു പിടി അങ്ങ് പിടിക്കാം.